Hello, my dear students. Again, welcome back to Corporate Regulations 55th session. നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷനെ കുറിച്ചാണ് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു സെഷനിൽ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ ആ ഓർഗനൈസേഷനെ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നതാണ്, ആ ഓർഗനൈസേഷനെ മൊത്തം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഈ മാനേജ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അതിനെ ഭരിക്കാനായിട്ട് അതിന് മുകളിലുള്ള ആൾക്കാർ വേണ്ടി വരും. അവരെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതുമാത്രമല്ല, പ്രത്യേകിച്ചും ഏതൊരു ഇൻവെസ്റ്ററും നോക്കുന്നത് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എത്ര സ്ട്രെങ്ത് ഉള്ളതാണെന്നുള്ളതാണ്. കാരണം നല്ല സ്ട്രെങ്ത് ഉള്ള കോർപ്പറേറ്റ് ഗവർണൻസിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം അങ്ങനെയാണ് വരുന്നത്. മാനേജ്മെൻറ്റ് എത്ര നല്ലതാണെങ്കിലും കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലതാണെങ്കിൽ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇപ്പം നിങ്ങളായാലും നാളെ ഭാവിയിൽ ഇപ്പം നിങ്ങൾ സെൽഫായിട്ട് ബിസിനസ് നടത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് നല്ല മാനേജ്മെൻറ്റ് ഉണ്ടാവണം, നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടാവണം എന്നുള്ളതൊക്കെ. അതുപോലെ സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമ്പനീസിൻ്റെ ഷെയർസൊക്കെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പം നമ്മൾ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അതിലുപരി അവരുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവർ നല്ല ശക്തമായിട്ടുള്ള ഗവർണൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ യാതൊരു സംശയമില്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ രീതിയിൽ വരുന്നതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ മുന്നോക്കിക്കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. അത് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് നല്ല ബെനിഫിറ്റ്സ് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദറ്റ് മീൻസ് ഇൻവെസ്റ്റേഴ്സ് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അവർ അർഹിക്കുന്ന ബെനിഫിറ്റ്സ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് നല്ല കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ലക്ഷ്യമാണ്. അപ്പം ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൽ സെറ്റ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്, പ്രോസസ്സസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതൊക്കെ വഴി നമ്മളുടെ കമ്പനീനെ നല്ല രീതിയിൽ ഗവേൺ ചെയ്ത് നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് ഫോം ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അതുമാത്രമല്ല, നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് ശരിക്കും നമ്മളുടെ ഓർഗനൈസേഷനിൽ നല്ല വാല്യൂസിന് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നതും അതുപോലെ എത്തിക്കലായിട്ടുള്ള നല്ല കണ്ടക്ട്സ് ഫോം ചെയ്യുന്നതും കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനിലും ട്രാൻസ്പാരൻസി കൊണ്ടുവരിക, അതുപോലെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കുക. എന്ത് കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താൻ, കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ വെളിപ്പെടുത്താനുള്ളതുണ്ടോ അത് വ്യക്തമായി വെളിപ്പെടുത്തുക. ഇതെല്ലാം നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. അപ്പം നമ്മളുടെ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഫെയർ ആയിട്ടുള്ള ഡീലിങ്സിന് സഹായിക്കുന്നതാണ്. ബിസിനസ്സിൻ്റെ ട്രാൻസ്പെറൻസിക്കും അക്കൗണ്ടബിലിറ്റിക്കും കാരണമാവുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. നല്ല ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഒരു ബിസിനസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ റെപ്യൂട്ടേഷനും അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസും അത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉയർത്തിപ്പിടിക്കാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അതാണ് ഞാൻ നേരത്തെ ഷെയർ മാർക്കറ്റിൻ്റെ കേസ് പറയുന്നത്. അപ്പം സപ്പോസ് ഇപ്പോൾ ഒരു കമ്പനിയുടെ നല്ല മാനേജ്മെൻ്റ് ആണ്, പക്ഷേ അവരുടെ കോർപ്പറേറ്റ് ഗവർണൻസ് പോരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതിലുപരി അവിടെ ഒരുപാട് ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാവില്ല. അപ്പോൾ അതാ പറയുന്നത്, നല്ല കോർപ്പറേറ്റ് ഗവർണൻസും വേണം, നല്ല മാനേജ്മെൻറ്റും വേണം. സോ എല്ലാ കമ്പനീസും നല്ല രീതിയിൽ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ട് ഗവേൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ മറ്റുള്ള കമ്പനീസിനെ നമുക്ക് കമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയാണ് തരുന്നത്. അതിലൂടെ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അട്രാക്ഷൻ അത് ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിലൂടെ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ്, അതിൽ നല്ല
കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും, നല്ല കൺട്രോളും നമ്മുടെ ബിസിനസ്സിന് അത് ഫോം ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ ഈ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ സ്ട്രക്ചർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കമ്പനിയുടെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിലേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോപ്പിലുള്ള ബോർഡ് മെമ്പേഴ്സ്, ബോർഡ് കമ്മിറ്റീസ്, എക്സിക്യൂട്ടീവ് ഫങ്ഷണറീസ്, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ്സ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്, അങ്ങനെയുള്ളവർക്ക് ആ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതുപോലെ കോർപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കുറേ ഡിസിഷൻസ് ഉണ്ടാക്കൽ, ഇതെല്ലാമാണ് അതിൽ പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ ഒരു അഷ്വറൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് എത്ര എഫിഷ്യൻറ്റ് മാനറിലാണ് ആ കമ്പനി അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ആ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ അതിലൂടെ കോർപ്പറേറ്റ് ഗവർണൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്കുണ്ടാവുന്ന നമ്മളുടെ റിസോഴ്സുകളിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിസോഴ്സാണ് ഫിനാൻഷ്യൽ റിസോഴ്സ്. ആ ഫിനാൻഷ്യൽ റിസോഴ്സ് നമ്മൾ ബോറോ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൽ നിന്നും അത് ബോറോ ചെയ്ത് അത് എങ്ങനെ ഒപ്റ്റിമലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, ദറ്റ് മീൻസ് വിത്തൗട്ട് എനി വേസ്റ്റ്, അതെങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് വളരെ എഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യുക, അത് എങ്ങനെയാണ് അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുക, അത് നമ്മളുടെ എൻ്റർപ്രീനർഷിപ്പ് സ്പിരിറ്റിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പ്രതിപാദിക്കുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. പിന്നെ ഇതിലുപരി നമ്മൾ ഓരോ ഇൻവെസ്റ്റേഴ്സും നമ്മളിൽ വിശ്വസിച്ച് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര എത്തിക്കലായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ എത്തിക്കൽ ബിഹേവിയർ അതിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പം എത്തിക്കലായിട്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ നീക്കുന്നത്, അതുമാത്രമല്ല നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റേതായിട്ടുള്ള കുറേ റൈറ്റ്സ് ഉണ്ട്. അതായത് ന്യായപരമായിട്ട് അവർക്ക് കിട്ടേണ്ട റിട്ടേൺസ്, ന്യായപരമായിട്ട് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള യൂട്ടിലൈസേഷൻ, ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതും നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തെ നമുക്കറിയാം, ഒരുപാട് എത്ര ചെറിയ വലിയ ഓർഗനൈസേഷനിലേക്കും ഒരുപാട് FDIs വരുന്നുണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഒരു ഓർഗനൈസേഷനെ ആദ്യമേ തന്നെ നോക്കിക്കാണുന്നത് ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നുള്ളൂ. സോ എത്ര ശക്തമാണ് ആ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്നുള്ളത് നോക്കിയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ള കമ്പനികൾ തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഈ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ആവശ്യകത വളരെയധികം കൂടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നമ്മുടെ ക്യാപിറ്റലിൻ്റെ സോഴ്സ് ഈ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ. അത് കുറേ കൂടി റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യുന്നത് ഓൺലി ബിക്കോസ് ഇഫ് അവർ കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് മോർ സ്ട്രോങ്ങർ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് സിസ്റ്റം ശരിക്കും നമ്മുടെ കമ്പനീനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കുറേ ഡെക്കേഡ്സായിട്ട് ഇത് വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിസിനസ് വേൾഡിൽ. അപ്പം എല്ലാ കൺട്രീസും ഈ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഓരോ ഓർഗനൈസേഷനിലും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നല്ല ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് അവർ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് വളരെ എസെൻഷ്യലാണ്, അത് വളരെ എഫിഷ്യൻ്റാണ് നമ്മളുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലുപരി നമുക്ക് കുറേ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറയാൻ പറ്റും കോർപ്പറേറ്റ് ഗവർണൻസ് എത്രമാത്രം ആവശ്യമാണ്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ പോയിൻറ്റ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ദറ്റ് മീൻസ്
മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിൻ്റെ മുകളിലാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ മാനേജ്മെൻറ്റിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് പല ഓർഗനൈസേഷനിലും നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ ഒരു 4 വർഷത്തേക്ക് 5 വർഷത്തേക്ക് അല്ലല്ലോ തുടങ്ങുന്നത്, ലൈഫ് ലോങ് എത്ര മാക്സിമം നമുക്ക് ആ ഓർഗനൈസേഷനെ കൊണ്ടുപോകാൻ പറ്റും അത്രയും നമ്മൾ കൊണ്ടുപോകാനാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. അതിൽ പ്രത്യേകിച്ചും വരുന്ന ഒരു ചേഞ്ചാണ് ഓണർഷിപ്പ് ചേഞ്ച്. അപ്പം ഇങ്ങനെ ഓണർഷിപ്പ് ചേഞ്ച് വരുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ശരിയായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻഷ്വർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ചേഞ്ച് ആകുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിക്ക് ഒരു ഉത്തരവാദിത്തത്തിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാ എടുക്കുക എന്നുള്ളൊരു സംശയം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് ഗവർണൻസ് വേണമെന്ന് പറയുന്നത്. ദറ്റ് മീൻസ് കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ളപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് എത്ര കണ്ട് മാറിയാലും കോർപ്പറേറ്റ് ഗവർണൻസിന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഒരുപോലെ തന്നെ ഉണ്ടാവും, അതിലൊരു മാറ്റം വരില്ല. അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് സെക്യൂർഡ് ആക്കുകയും അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും അതുകൊണ്ട് പറ്റും. അതാണ് ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ. പിന്നെ ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ്. ഇപ്പോൾ ഒരുപാട് മാൽ പ്രാക്ടീസസ് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി, ഇപ്പം നമുക്കറിയാം നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സൊക്കെ ആണല്ലോ. അപ്പോൾ ഒരുപാട് പബ്ലിക് മണീസൊക്കെ മിസ്യൂസിങ് വരുന്നുണ്ട് പല ഓർഗനൈസേഷനിൽ. അത് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് പല കമ്പനിയുടെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഇഫ് ദേ ഹാവ് എ ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓക്കെ. പിന്നെ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഈ പറയുന്ന കമ്പനിയുടെ അഫയേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും മാനേജ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ തന്നെയും അവർ ഇന്നാക്റ്റീവാണ്. അവർ ജസ്റ്റ് ഇപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അവരത്ര സ്ട്രോങ് അല്ല. അവർക്ക് ആ മീറ്റിങ്ങിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു വോയിസും അവർക്കില്ല. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പവർ അവരുടെ സ്വന്തം ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ അത് ശരിക്കും നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ അവരുടെ എല്ലാം ഇൻട്രസ്റ്റിനെ അത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഓർഗനൈസേഷന് ഇപ്പം ഒഴിച്ചിടാൻ പറ്റാത്തൊരു സംഭവമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ നമുക്ക് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമല്ല സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും നിലകൊള്ളണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആ ഒരു ഓർഗനൈസേഷൻ ഏറ്റെടുക്കുന്നത് ഓൺലി വെൻ ദർ ഈസ് എ സ്ട്രോങ് കോർപ്പറേറ്റ് ഗവർണൻസ്. അതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും നന്നാവുള്ളൂ. അപ്പം നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, പബ്ലിക്സ്, സൊസൈറ്റി എല്ലാവരുടെയും ആ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ എടുക്കാനായിട്ട് കോർപ്പറേറ്റ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ, കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ ഇപ്പം നമുക്ക് ഒരു മന്ത്രയാണ്, നമ്മുടെ ബിസിനസ്സിലുള്ള മന്ത്രയാണ്. എത്രയും ഫാസ്റ്റായിട്ടാണ് ഓരോ ബിസിനസ്സും ഗ്ലോബലായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ നമ്മളുടെ ഹോം മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പം പല കമ്പനീസും അവരുടെ ഗുഡ്സ് ഗ്ലോബൽ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുന്നുണ്ട്. അത് നമ്മളുടെ നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഗ്ലോബലായിട്ട് പോകാനും നമുക്ക് ആ ഗ്ലോബൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി 2 റീസൺ കൂടിയാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസിന് വരുന്നത്. വേറെ ഒന്നുമല്ല, ഒരെണ്ണം ടേക്ക് ഓവർ ആൻഡ് മെർജർ. അതായത് ഇപ്പോൾ പല കമ്പനീസും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പം ചിലപ്പോൾ അവരുടെ കമ്പനി വേറെ കമ്പനീസ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഫോറിൻ കമ്പനീസായിട്ട് മെർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ആയിരിക്കും ശരിക്കും ഇപ്പം ഈ കമ്പനിയുടെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മെർജറൊക്കെ വരുന്ന സമയത്ത് 2 കമ്പനീസും തമ്മിൽ
കൂടുമ്പോൾ ആ രണ്ട് കമ്പനിയുടെയും ഇൻട്രസ്റ്റുകൾ തമ്മിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അപ്പോൾ അതിന് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമ്മളുടെ സിബി, ദറ്റ് ഈസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിൻ്റെ നിയമപ്രകാരം ചില കമ്പനികൾക്ക് നിർബന്ധമായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് കമ്പൽസറി ആയിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ റീസൺസ് ആണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസിന് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ശരിക്കും ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ബോർഡ്, ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവർ തമ്മിലുള്ള നല്ല ഒരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയാം. അപ്പം ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ശരിക്കും നമ്മളുടെ കമ്പനിയുടെ അക്കൗണ്ടബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. അതിലൂടെ നമുക്കുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമുക്കൊരുപാട് ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സൊക്കെ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രധാനമായിട്ടുള്ള 4 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫെയർനെസ്, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡിലൊക്കെ ചോദിക്കാം, ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആർ ഫെയർനെസ്, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡാഷ്. ചിലപ്പോൾ അങ്ങനെ ചോദിച്ചേക്കാം. 4 ഫെയർനെസ്, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫെയർനെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് വളരെ ഫെയറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ ഇക്വിറ്റബിളായിട്ട്, അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. അത് എത്ര മൈനറായിട്ടുള്ള ഷെയർ ഹോൾഡർ ആയാലും ശരി, ഫോറിൻ ഇൻവെസ്റ്റർ ആയാലും ശരി, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് ശരിക്കും ആ ഷെയർ ഹോൾഡേഴ്സിനെ ഫെയറായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരൊറ്റ മാർഗ്ഗം ഇതാണ്, അവരെ കൊണ്ട് കമ്പനിയുടെ എല്ലാ മീറ്റിങ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നുള്ളത്. അതാണ് ഫെയർനെസ്. അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി ഇതാണ്, അതായത് ഈ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. എന്തിനുള്ള ഫങ്ഷൻസ് ആണ്? നമ്മുടെ കമ്പനിയുടേതായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട്സ് ഉണ്ടാവും, നമ്മുടെ കമ്പനിയുടേതായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടാവും. ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോഡ് ഓഫ് കണ്ടക്റ്റ്, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് പ്രോപ്പറായി ഡിസ്ചാർജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസിനാണുള്ളത്. ഓക്കെ, സോ അങ്ങനെ അത് നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ട് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആ ഒരു അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെൽത്ത്, അതിലൂടെ നമ്മൾ ഓർഗനൈസേഷനിൽ ഫോം ചെയ്തിട്ടുള്ള ജോബ്സ്, അതുപോലെ തന്നെ നമ്മൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സൗണ്ട് എൻ്റർപ്രൈസ് നമ്മൾ അതിലൂടെ ഫോം ചെയ്യുക. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. പിന്നെ ട്രാൻസ്പെറൻസി, എപ്പോഴും ഈ പറയുന്ന നമ്മുടെ കമ്പനിയുടേതായിട്ടുള്ള എല്ലാ മെറ്റീരിയൽ മാറ്റേഴ്സ്, അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പെർഫോമൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഓണർഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഗവർണൻസ് സ്ട്രക്ചർ, ഇതെല്ലാം ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരിലും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഇല്ലേ, വ്യക്തമായിട്ട് തന്നെ ധരിപ്പിക്കണം എല്ലാവരെയും. അതാണ് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിളാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ ഉത്തരവാദിത്വമാണ്. അതായത് ശരിക്കും ഇത് നമ്മളുടെ ഒരു കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിക് ഗൈഡൻസ് ആണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് ഇത്. ഈ ഒരു ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മളുടെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ബോർഡിനും, എന്നിട്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ബോർഡ് എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനീനെയും ഷെയർ ഹോൾഡേഴ്സിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ഒരു സ്ട്രക്ചർ ആണെങ്കിൽ തന്നെയും അതിലൊരുപാട് ഡ്യൂട്ടീസ്, അതുപോലെ ഒബ്ലിഗേഷൻസ്, ബാധ്യതകൾ, റൈറ്റ്സ്, അവകാശങ്ങൾ, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ ഈ ഒരു കമ്പനീനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പം നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ശരിക്കും റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, അത് പ്രത്യേകിച്ച് നമ്മുടെ കോർപ്പറേറ്റ് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളിലേക്കാണ് റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് മാനേജേഴ്സിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിലും ക്രെഡിറ്റേഴ്സിലും റെഗുലേറ്റേഴ്സിലും പിന്നെയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഓരോ വ്യക്തികളിലും അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഇതും കോർപ്പറേറ്റ് റെഗുലേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ പറയുന്ന
ഓരോ വ്യക്തികൾക്കും ആ കമ്പനിയോടുള്ള അവകാശം എങ്ങനെയാണെന്നുള്ളതും വ്യക്തമാക്കി കൊടുക്കുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനാണ്. അപ്പോൾ അങ്ങനെയാണ് അക്കൗണ്ടബിലിറ്റി വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ബെനഫിറ്റ്സ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് ഗവർണൻസ് വന്നാലുള്ള ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പനിക്ക് ഫോം ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറ്റൈൻ ചെയ്യാനും അതിൻ്റെ പെർഫോമൻസ് അറ്റൈൻ ചെയ്യാനുള്ള പെർഫോമൻസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും ആ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാനും സഹായിക്കുന്നതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓണേഴ്സിന് അത് നല്ലൊരു ഇൻഡ്യൂസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനേജേഴ്സ് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ളതുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്ത് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു. പിന്നെ നമുക്ക് ക്യാപിറ്റൽ കോസ്റ്റ് കുറവാക്കി നമ്മളെപ്പോഴും നമ്മൾ സക്സസ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിൽ പോകാനായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാൻ, കറപ്ഷൻസ് ഒഴിവാക്കാൻ, റിസ്കുകൾ കുറയ്ക്കാൻ, മിസ്മാനേജ്മെൻറ്റ് ഇല്ലാതാക്കാൻ, നല്ല പോസിറ്റീവ് റിസൾട്ടുകൾ പ്രത്യേകിച്ചും നമ്മുടെ ഷെയർ പ്രൈസിന് ഉണ്ടാക്കാനൊക്കെ നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം നല്ലൊരു കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമ്മളുടെ ക്യാപിറ്റൽ എഫിഷ്യൻസി കൂടുന്നു, അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സും കൂടുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസസ് ഈ പറയുന്ന കമ്പനികളിൽ നിർബന്ധമാക്കാനായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അതാണ് നരേഷ് ചന്ദ്ര ആൻഡ് നാരായണ മൂർത്തി കമ്മിറ്റി. ഇത് 2005 ഫോം ചെയ്തത്. ഇവർ നമ്മളുടെ സിബിയുടെ, ദാറ്റ് ഈസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ലിസ്റ്റഡ് കമ്പനീസിന് നിർബന്ധമായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് വേണം എന്നുള്ള ഒരു കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ 2005 തൊട്ട് ലിസ്റ്റഡ് കമ്പനീസിന് എല്ലാത്തിലും തന്നെ എന്ത് വേണം, കോർപ്പറേറ്റ് ഗവർണൻസ് വേണം എന്നുള്ള ഒരു നിർബന്ധം മാൻഡേറ്ററി ആയിട്ട് വന്നു. നമ്മളുടെ ഈ ഒരു കമ്മിറ്റി പ്രകാരം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് കമ്പനീസിൽ പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ഗവർണൻസ് ഫോം ചെയ്യുമ്പോൾ അവരെന്തൊക്കെ പ്രൊവിഷൻസാണ് അതിൽ ഫോം ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദറ്റ് മീൻസ് നമ്മുടെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ നമ്മളുടെ ബോർഡ് മെമ്പേഴ്സിന് ചില കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോം ചെയ്ത് അത് ബോർഡ് ഓഫ് മെമ്പേഴ്സും സീനിയർ മാനേജ്മെൻറ്റും കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് നടപ്പിലാക്കാനായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും രണ്ടുപേരും നമ്മളുടെ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫൈ ചെയ്യണം എന്നുള്ളത് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിട്ടുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അത് ഫോളോ ചെയ്യുകയും പിന്നീട് അത് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് ഇവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുകയും വേണം കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ടിലും ആനുവൽ റിപ്പോർട്ടിലും. പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്തിട്ടുള്ളത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കമ്പനിക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മളുടെ ബോർഡ് മെമ്പേഴ്സിന് റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് കൃത്യമായിട്ട് ഒരു പ്രൊസീജിയറിലൂടെ ഫോം ചെയ്യുകയും അത് മിനിമൈസ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് ഫോം ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ വ്യക്തമാക്കണം. പിന്നെ നമ്മളുടെ പൈസ നമ്മൾ റേസ് ചെയ്തിട്ടുള്ള പൈസ പബ്ലിക് മണിയാണല്ലോ, പബ്ലിക് ഇഷ്യൂസിലാണല്ലോ നമ്മൾ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ മണി റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കമ്പനി കൃത്യമായിട്ട് അതിൻ്റെ യൂസസ് എങ്ങനെയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, അത് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യണം. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് എത്ര വന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എത്ര ഫോം ചെയ്തു, മാർക്കറ്റിംഗ് കോസ്റ്റായിട്ട് എങ്ങനെ വന്നു, ഇതൊക്കെ നമ്മൾ ക്വാർട്ടർലി ഡിസ്ക്ലോഷേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതും കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ആനുവൽ ബേസിൽ കമ്പനി എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഓഡിറ്റ് കമ്മിറ്റിക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മളുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ പേയ്മെൻറ്റ് ആനുവൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കി കൊടുക്കുകയും വേണം. ഈ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കമ്മിറ്റി നമുക്ക് 2005 ഫോം ചെയ്താലും കമ്പനി ആക്ട് 2013 നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഫുൾ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ശക്തമാക്കാനാണ് 2013 കമ്പനി ആക്ട് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഫുൾ അക്കൗണ്ടബിലിറ്റി അവർ ഫോം ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടാനായിട്ട് മാൻഡേറ്ററി ആയിട്ട് വിമൺ ഡയറക്ടേഴ്സ് ബോർഡിൽ ഉണ്ടാവണം എന്നുള്ളതും ഈ ആക്ട് വളരെയധികം ശക്തമായി ഉന്നയിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR എന്താണ്? ഇത് നമ്മുടെ കമ്പനി ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രൊവിഷനാണ്. അത് നമ്മളുടെ ഇന്ത്യയിലുള്ള പല കോർപ്പറേറ്റ് ബിസിനസ്സിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളാണ് ഈ കമ്പനി ആക്ട് 2013 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പ്രൊവിഷനാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കമ്പനി ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പല രൂപത്തിലുള്ള റോ മെറ്റീരിയൽസും അതുപോലെ ഹ്യൂമൻ റിസോഴ്സൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ തിരിച്ച് ആ സൊസൈറ്റിക്ക് ഈ എന്താണ് കൊടുക്കുന്നത്, അത് കൊടുക്കേണ്ടത് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലൂടെയാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ് CSR. അപ്പം നമ്മളുടെ വേൾഡ് ബിസിനസ് കൗൺസിൽ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് ഇതൊരു കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ആരുടെ കമ്മിറ്റ്മെൻറ്റ്? ബിസിനസ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ദ സൊസൈറ്റി. അതായത് വളരെ എത്തിക്കലായിട്ട് നമ്മൾ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിലൂടെ അതുമാത്രമല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മളുടെ വർക്ക് ഫോഴ്സിൻ്റെയും അവരുടെ ഫാമിലീസിൻ്റെയും അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെയും ഇൻ ലാർജ് സൊസൈറ്റിയുടെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ ആ അവിടെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ അയാൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അയാളുടെ ക്വാളിറ്റി ലൈഫ് അയാളുടെ ക്വാളിറ്റി ലൈഫ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നു. അയാളുടെ ഫാമിലിക്ക് എന്താണ് വെൽഫെയർ കൊടുത്തുകൊണ്ട്, ലേബർ വെൽഫെയർ ഒക്കെ കൊടുത്തുകൊണ്ട് അയാളുടെ ഫാമിലിയുടെ ക്വാളിറ്റി ലൈഫും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഓർഗനൈസേഷൻ നിലകൊള്ളുന്ന ലോക്കൽ കമ്മ്യൂണിറ്റി അവർക്കും വേണ്ട ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി സൊസൈറ്റിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പല ഓർഗനൈസേഷനിലും ഈ ഫൗണ്ടേഷൻസ് ഫോം ചെയ്യുന്നത് ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ചാരിറ്റബിൾ സൊസൈറ്റി, ചാരിറ്റബിൾ ആക്ടിവിറ്റീസൊക്കെ ആ ഒരു ഫൗണ്ടേഷനാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫോസിസ് നമ്മളുടെ ഇന്ത്യയിലത്തെ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു IT ഓർഗനൈസേഷനാണ്. ആ ഇൻഫോസിസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ മിലൻ ബേക്കർ എന്ന് പറഞ്ഞൊരു ഓഥർ നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ കമ്പനി ബിസിനസ് പ്രോസസ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ബൈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ടേം നമ്മൾ വളരെ വോളണ്ടറി ആയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. അതുവഴി നമ്മളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് സാധ്യമാക്കാൻ പറ്റും. അത് എൻവയോൺമെൻറ്റിന് സപ്പോർട്ടീവായിട്ടും ഇതുപോലെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റീവ് ആക്കുന്ന രീതിയിലുമാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പോളിസീസ് പ്രോഗ്രാംസൊക്കെ നമ്മുടെ സൊസൈറ്റീനെ ബെനഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നമ്മുടെ കോർപ്പറേഷനെക്കുറിച്ചുള്ള ഒരു പബ്ലിക് ഇമേജ് ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ കോർപ്പറേറ്റ് CSR നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവരെയും നമ്മൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റിയിൽ ഈ CSR വഴി സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ് സൊസൈറ്റിക്കും ഈ ഒരു CSR വഴി ഫോം ചെയ്യുന്നത്. നമ്മുടെ മിനിസ്റ്റർ ഓഫ് അഫയേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആക്ട് 2013 വഴി ഈ പറയുന്ന കമ്പനിയുടെ പ്രൊവിഷൻസ്, CSRൻ്റെ പ്രൊവിഷൻസ് ഫോം ചെയ്ത് അത് പിന്നീട് 2014 നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു.
നമ്മളുടെ CSR കമ്പൽസറി ആയത് 2014 ഏപ്രിൽ 1 തൊട്ടായിരുന്നു. ഏതൊരു പ്രൈവറ്റ് കമ്പനി ഓർ പബ്ലിക് കമ്പനി അവരുടെ നെറ്റ് വർത്ത് 500 ക്രോസ് അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ 1000 ക്രോസ് ഓർ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 5 ക്രോസ് ഇതിലേതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്പനിയിൽ തീർച്ചയായിട്ടും CSR ഉണ്ടാവണം. അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ആ ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ കാര്യം പറയണേ, അവരുടെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% എന്ത് ചെയ്യണം, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 3 ഫിനാൻഷ്യൽ ഇയറിൻ്റെയാണ് അവർ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നത്. അത് CSR ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യണം, അതാണ് അവർ പറയുന്നത്. പിന്നെ ഈ CSR ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സിൻ്റെ നോർമൽ കോസ്റ്റിൽ ചെയ്യാൻ പാടില്ല, അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുള്ള ഷെഡ്യൂൾ വേറെ ഉണ്ട്. നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഒരിക്കലും CSRൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, നമ്മുടെ CSR ആക്ടിവിറ്റീസ് എല്ലാം ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, കമ്പൽസറി. അതിപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കമ്പനി ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെയായിരിക്കണം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോം ചെയ്യേണ്ടത്. ഓക്കെ, സോ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഉള്ള പ്രൊവിഷൻ ഈ പറയുന്ന സെക്ഷൻ 198 പറയുന്നുണ്ട്. അതുപോലെ ക്വാളിഫയിങ് കമ്പനീസ് ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 3 അതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ഒരു ഡയറക്ടർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇനി കമ്പനിയിൽ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ CSR കമ്മിറ്റിയിൽ 2 അതിൽ കൂടുതലോ ഡയറക്ടേഴ്സ് ആവാം. അങ്ങനെ ഒരു അമെൻമെൻറ്റ് 2017 വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ CSR ഫോം ചെയ്യുന്നത്.